ദ സ്റ്റോപ്പ്, സിറ്റ് ആൻഡ് സ്ട്രെങ്തൻ ഹാക്ക്. പലപ്പോഴും നാം ക്ഷീണിക്കുന്നത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വിശ്രമിക്കുവാൻ മറന്നു പോകുന്നത് കൊണ്ടാണ്. വിശ്രമം എന്നത് അലസതയല്ല, അത് ദൈവത്തോടുള്ള അനുസരണമാണ്. ദൈവം ആത്മാവിനെ തണുപ്പിക്കുന്നു, അഥവാ നമ്മെ പുനഃസ്ഥാപിക്കുന്നു. തന്റെ നാമം നിമിത്തം നമ്മെ നീതിപാതകളിൽ നടത്തുന്നു. ഷെഡ്യൂൾ: ദിവസവും 5 മിനിറ്റ് എങ്കിലും എല്ലാ തിരക്കുകളും മാറ്റി ദൈവ സാന്നിധ്യത്തിൽ വെറുതെ ഇരിക്കുക. റിലീസ്: വിശ്രമിക്കുന്നത് സമയം കളയാനാണ് എന്ന തോന്നൽ വേണ്ട, അത് നിങ്ങളുടെ ആത്മീക ഇന്ധനം നിറയ്ക്കുന്ന സമയമാണ്. പ്രേ: കൂടുതൽ ജോലി ചെയ്യാനുള്ള ഊർജത്തിനായല്ല, മറിച്ച് മനസ്സും ആത്മാവും പുതുക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുക. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന നൽകിയത് ഓരോ ദിവസത്തേക്കുമാണ്. അതുപോലെ നമ്മുടെ ആത്മാവിനും ഓരോ ദിവസം ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള പുതുശക്തി ആവശ്യമാണ്. യേശു തന്റെ പരസ്യ ശുശ്രൂഷകൾക്കിടയിലും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മാറി പ്രാർത്ഥിക്കുവാനും വിശ്രമിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു. നിങ്ങളുടെ ശൂന്യമായ പാത്രത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. വിശ്രമം ദീർഘകാല വിശ്വസ്തതയ്ക്കായുള്ള ഇന്ധനമാണ്. ഇന്ന് നിങ്ങളുടെ ആത്മാവിനെ ദൈവ സാന്നിധ്യത്തിൽ തണുപ്പിക്കുവാൻ സമയം കണ്ടെത്തുക. എ റെസ്റ്റ് ഈസ് സ്പിരിച്വൽ, നോട്ട് ലേസി.